الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കോടെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കേൾക്കണം, എനിക്കൊരു 3 നിലയുള്ള വീടുണ്ട്.
ഞാനൊരു വില കൂടിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ആ തോട്ടമുണ്ടല്ലോ, അതിലില്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനില്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മളിൽ പല ആളുകളും സാധാരണയായി പറയാറുള്ളതാണ്, അല്ലെങ്കിൽ കേൾക്കാറുള്ളതാണ്. എൻ്റെ ബിസിനസിൻ്റെ ആവശ്യത്തിനുള്ള നെട്ടോട്ടത്തിനിടയിൽ നമസ്കരിക്കേണ്ട വിഷയവും നമസ്കാരത്തിൻ്റെ കാര്യം ഞാൻ മറന്നു. പള്ളിയിൽ നിന്നൊരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് എന്നുള്ള വിഷയം പറഞ്ഞിരുന്നു. ഞാൻ അതൊക്കെ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി. ഇങ്ങനെയൊക്കെ ആളുകൾ സാധാരണയായി പറയാറുള്ളത് സ്വന്തം വീടിൻ്റെ വലിപ്പവും തോട്ടത്തിൻ്റെ മഹത്വവും തൻ്റെ ബിസിനസിൻ്റെ പെരുപ്പവും ഒക്കെ പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു വലിപ്പത്തരം പറച്ചിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോടൊരു കാര്യം പറയുന്നുണ്ട്. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുകയാണ്. ഈ വലിപ്പത്തരവും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദീനുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ അശ്രദ്ധരായിത്തീരുകയാണ്. അതേതുവരെ പോകും? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിലേക്ക് ചെന്നെത്തുന്നത് വരെ, എന്ന് വെച്ചാൽ മരിച്ചു പോകുന്നത് വരെ ഈ പൊളിച്ചിത്തരവും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ നടക്കും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ നമുക്കുള്ള സുഖവും സൗകര്യവും ഒക്കെ വർദ്ധിപ്പിക്കണം എന്നുള്ള നിലയിലുള്ള മണ്ടിപ്പാച്ചിലാണ് അധികം ആളുകളും. അതിൻ്റെ ഇടയിൽ അള്ളാഹുവിന്റെ നിർബന്ധമായിട്ടുള്ള കൽപ്പനകളും ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ തന്റെ മേലുള്ള ബാധ്യതകളുമൊക്കെ ആളുകൾ മറന്നുപോകുന്നു. അവന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താ? സൗകര്യങ്ങൾ ഉണ്ടാക്കണം, ജീവിക്കുകയാണെങ്കിൽ അടിച്ചു പൊളിച്ച് കഴിഞ്ഞുകൂടണം. ഇങ്ങനെ ഈ ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വ ലഹ്വു, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണേ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് കളിയും വിനോദവുമാണ്. വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, പരസ്പരം പെരുമ നടിക്കലും അതുപോലെ തന്നെ തന്റെ സമ്പത്തിനെ സംബന്ധിച്ചും മക്കളെ സംബന്ധിച്ചുമൊക്കെയുള്ള പോരിശ പറയലുമാണ്. കളിയും ചിരിയും തമാശയും വലുപ്പത്തരങ്ങളും നിറഞ്ഞതാണ് ഈ ദുനിയാവ് എന്ന് നിങ്ങൾ അറിയണം. ക്ഷണികമായ ഈ ദുനിയാവിന് വേണ്ടി, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ അതിനുവേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കണം, സമ്പാദിച്ചു കൂട്ടണം, അതിന്റെ ഹറാമും ഹലാലും അതിന്റെ വഴികളും ഒന്നും ചിന്തിക്കാതെ പണമുണ്ടാക്കണം എന്നുള്ള നിലയിൽ ആണ് അധികം ആളുകളും പോകാറുള്ളത്. തന്റെ ഇൻകമിങ്, തനിക്ക് നേടിയെടുക്കുന്ന ആ ഒരു സമ്പാദ്യം അത് ഹലാലാണോ, പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്നതാണോ എന്നൊന്നും നോക്കാതെയുള്ള ജീവിതം, പണം പണം എന്നുള്ള നിലയിലുള്ള ആ ഒരു ജീവിതത്തിനിടയിലാണ് അധികം ആളുകളും ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, ആദമിന്റെ മകൻ പറയുന്നു, മാലി മാലി, എന്റെ മുതൽ എന്റെ മുതൽ എന്ന്. എന്നിട്ട് അല്ലാഹുവിന്റെ ദൂതർ ചോദിക്കുകയാണ്, വഹല്ലക യാ ഇബ്നു ആദം മിൻ മാലിക്, എടോ ആദമിന്റെ മനുഷ്യ, നിനക്ക് എന്താണ് നിന്റെ മുതലായിട്ടുള്ളത്? ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്, നീ തിന്ന് കഴിഞ്ഞതല്ലാതെ,
തിന്നു തൊലച്ചതല്ലാതെ എന്താണ് നിന്റേത് എന്ന് പറയാനുള്ള നിന്റെ മുതൽ? അല്ലെങ്കിൽ നീ ധരിച്ച് നുരുമ്പിയ വസ്ത്രമല്ലാതെ മറ്റെന്താണുള്ളത്? അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്ത് നടപ്പിൽ വരുത്തിയതല്ലാതെ എന്താണ് നിന്റേതായിട്ടുള്ളത്? 2-3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒന്ന്, തിന്നത്, അത് നീ തിന്നു എന്ന് പറയാം. നീ ധരിച്ച് നുരുമ്പിയ നിന്റെ വസ്ത്രങ്ങൾ അത് നിന്റേതാണ്. ഇപ്പൊ നിന്റെ ശരീരത്തിലുള്ള വസ്ത്രം പോലും ഒരുപക്ഷെ നിന്റേതല്ലാതായിത്തീരും. ഈ നിമിഷം നമ്മളിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ വസ്ത്രം മറ്റുള്ളവർ അഴിച്ചു മാറ്റും. കേടില്ല എങ്കിൽ നമ്മൾ അന്വേഷിക്കും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും സാധുക്കളായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് അവർക്ക് ധർമ്മം നൽകും. പിന്നെ അത് അവരതാ. അവസാനം റസൂലുള്ളാഹി പറഞ്ഞത്, നീ ധർമ്മം നൽകിയത് അത് നിന്റെതാ, അത് നിനക്കുള്ള ഡെപ്പോസിറ്റാണ്. ഇതാണ്, ഈ 3ഉമാണ് നിന്റേത് എന്ന് പറയാൻ നിനക്കുള്ളത്. അത് മനുഷ്യരുടെ ഒരു ദുരവസ്ഥയാണ്. എന്നിട്ടും ഈ ദുനിയാവിന് വേണ്ടി, ദുനിയാവിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഹറാമും ഹലാലും തന്റെ ജീവിതത്തിന്റെ വരുമാനത്തിന്റെ മാർഗത്തിൽ ശരിയും തെറ്റുകളും പരിശോധിക്കാതെ, തന്റെ ജീവിതത്തിൽ തന്റെ മക്കൾക്ക് ഞാൻ നൽകുന്ന സമ്പാദ്യങ്ങൾ അത് ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ചിന്തിക്കാതെ ആളുകൾ കാണിച്ചു കൂട്ടുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ല സമ്പാദ്യവും വല്ല കാര്യവും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് പേടിച്ചുകൊണ്ട് ഉള്ളത് തീരുമെന്നുള്ള ഭയമാണ് അധികം ആളുകൾക്കും. പള്ളിയുടെ വരിസംഖ്യ പിരിക്കാനുണ്ട് എങ്കിൽ അന്ന് പള്ളിക്ക് തന്നെ പോകാനാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കല്. ഈ ഒരു ചിന്തയാണോ നമുക്കുള്ളത്? ഇങ്ങനെ പൊടിച്ചു വെച്ചാൽ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ആ മുറുക്കി പിടിച്ച കൈകൾ ആളുകൾ നിവർത്തി ഒന്നുമില്ലാതെ കൊണ്ടുപോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കണമെന്നുള്ള നിലയിൽ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി. ഒരുപാട് പ്രദേശങ്ങളിലുള്ള സമ്പാദ്യങ്ങൾ അയാൾ ഒരുമിച്ച് കൂട്ടി. ആ മനുഷ്യന്റെ മരണത്തിന്റെ സമയമായപ്പോ അയാൾ വെച്ച ഒരു നിർദ്ദേശം, തന്റെ കൈകൾ പുറത്തേക്ക്, തന്റെ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് നീട്ടിവെക്കണമെന്നാണ്. എന്തിനാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതെന്ന് അയാൾ മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ അലക്സാണ്ടർക്ക് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവ് മാനവകർക്കുണ്ടാവണമെന്നാണ്. ഒരു മനുഷ്യൻ പോകുമ്പോ അവനൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല, ഇല്ലാ മാ അമലുഹു, അവന്റെ കർമ്മങ്ങളല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ ഭംഗിയായി ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളൊഴികെ മറ്റുള്ളതെല്ലാം അവനിൽ നിന്ന്, ഈ ദുനിയാവുമായുള്ള അവന്റെ സകല ബന്ധവും വിട്ടുപോകും. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങളൊഴികെ. അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, സ്വദഖത്തിൻ ജാരിയ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത ഉപകാരപ്രദമായ ധർമ്മമുണ്ടല്ലോ, അത് അവന്റെ പ്രയോജനമാവും. നാളെ ഖബറിലേക്ക് അവനെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ, അവന്റെ ശരീരം മറമാടപ്പെട്ട് ആളുകൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവന്റെ മുന്നിലേക്ക് സുന്ദരനായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവന്റെ സൽക്കർമ്മങ്ങൾ പ്രത്യക്ഷപ്പെടും. അമലുക സ്വാലിഹ് എന്ന് ആ മനുഷ്യൻ, ആ രൂപം അവനോട് സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മുതൽ പണം പണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, മനുഷ്യരുടെ ദുരസ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം. ലൗ അന്ന ലിഇബ്നി ആദമ വാദിയം മിൻ ദഹബിൻ, ആദമിന്റെ മകന് സ്വർണം കൊണ്ടുള്ള ഒരു താഴ്വര ലഭിച്ചാൽ അപ്പോ എന്തുണ്ടായിത്തീരുക? അഹബ്ബു അൻ യകൂന ലഹു വാദിയാൻ, വേറൊന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവൻ ചിന്തിക്കുക. നമുക്കിപ്പോ പോണ വഴിയിൽ ഒരു 500 രൂപ കിട്ടി. ആ 500 എടുത്ത് പോക്കറ്റിട്ട് അങ്ങനെ പോലൊന്നുമില്ല, നമ്മൾ ഒന്നും കൂടെ തരും, വേറെ വല്ല 500 കൂടെ ഉണ്ടോ? ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്.
ഇനി വേണ്ടി വന്നാല് അതിനു വേണ്ടി ഒരു മെഴുകുതിരി വാങ്ങി കൊണ്ടുവന്ന് കത്തിച്ചു നോക്കാനും അവൻ തയ്യാറാവും. അവിടെ ചിലപ്പോ അപ്പുറത്തോ അപ്പുറത്തൊക്കെ ഉണ്ടായാലോ. ഈ ഒരു സ്വാർത്ഥ മനസ്സ് അവനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. രണ്ടാമതൊരു സ്വർണത്തിന്റെ താഴ്വര കൂടെ ഉണ്ടോ എന്നവൻ ആഗ്രഹിക്കുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലൻ യംലഉ ഫാഹു ഇല്ലാ തുറാബ്. അവന്റെ വായിൽ മണ്ണ് നിറയുന്നത് വരെ, അതായത് അവന്റെ വായ മൂടിക്കെട്ടൂല, ഇല്ല തുറാബ്, മണ്ണല്ലാതെ. എന്ന് വെച്ചാൽ ഖബറിൽ കൊണ്ടുപോയി വെച്ച് അവന്റെ ശരീരം മുഴുവനും മണ്ണായി തീരുന്നത് വരെ ഈ സ്വാർത്ഥത അവനിൽ ഉണ്ടാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഇത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. നമുക്കറിയാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന്, അവിടുത്തെ തിരുവാക്കുകളിൽ നിന്ന് ഇത്തരമുള്ള ഉപമകൾ, ഈ ദുനിയാവിന്റെ ക്ഷണികമായ അവസ്ഥകൾ പഠിപ്പിച്ചു കൊടുത്ത സഹാബത്ത് തന്റെ സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ ആവണം ഈ ദുനിയാവിലത് ജീവിക്കുന്നതൊക്കെ കേൾക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ കോടീശ്വരന്മാരുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അതിസമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നു. സത്യത്തില് നമ്മുടെ നാട്ടിലുള്ള പിന്നെ വലിയ സമ്പന്നന്മാരെക്കാൾ ഒക്കെ കവച്ചു വെക്കുന്ന സമ്പത്തിന്റെ ഉടമകളായിരുന്നവർ. പക്ഷെ അവരുടെ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന അവസ്ഥകൾ, ചരിത്രത്തിന്റെ താളുകൾ വ്യക്തമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു സന്ദർഭത്തിൽ വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. തന്റെ കൈകൾ കഴുകി ഭക്ഷണം കഴിക്കാൻ ഇരുന്ന അദ്ദേഹം അതിലേക്ക് ഇങ്ങനെ നോക്കി. അദ്ദേഹം ചിന്തിച്ചു പോയി, ഒരു പക്ഷേ മദീനയിൽ ഈ ഇത്രയും നല്ല മികച്ച ഒരു ഭക്ഷണം എന്ന് മറ്റൊരാൾക്കുണ്ടാവില്ല. അതിന്റെ മുമ്പിൽ ഇരുന്ന് കരയാണ് മനുഷ്യൻ ചെയ്തത്. കരഞ്ഞുപോയി. ആ വീട്ടിലുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു. എന്തേ ഉസ്മാന്, എന്തു പറ്റി? താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കുള്ള അനുഗ്രഹങ്ങൾ തന്നു തീർക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നാളെ അവന്റെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ സ്വർഗത്തിൽ എനിക്കിത് നിഷേധിക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിനെ പ്രതികരിച്ചത്. അദ്ദേഹം ആ ഭക്ഷണം ഒഴിവാക്കി. എന്നിട്ട് വളരെ ലാളിത്യമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ നിലയിലായിരുന്നു കാര്യങ്ങൾ കണ്ടിരുന്നത്. ദുനിയാവിന് വലിയ സൗകര്യം, അതിന്റെ സുഖങ്ങൾക്ക് വലിയ പ്രാധാന്യം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നൽകിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും മറ്റുള്ളവർക്ക് കൂടെ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ധാരാളമായി ധർമ്മം ചെയ്യുക എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. കാരണം പടച്ചോന്റെ മുമ്പിൽ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വിശപ്പ് കൊണ്ട്. അവിടുത്തെ വയറ് കത്തിക്കാളുകയാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവസാനം വെച്ച് കിടക്കുന്ന കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങി. വിശപ്പ് കൊണ്ട് കുറച്ചു നേരം നടന്നു വന്നാൽ ആ വിശപ്പിനെ കുറിച്ച് മറന്നു പോകുമെന്ന് വിചാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി മദീനയുടെ തെരുവോരത്തിലൂടെ നടക്കുകയാണ്. അപ്പുറത്തൊരു നിഴല് വരുന്നത് കണ്ട് നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. രണ്ടാളീ പ്രശ്നം വന്നാ. പിന്നെ കണ്ടു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഈ മൂന്നാളീ പ്രശ്നം വിശപ്പാണ്. അങ്ങനെ ഇരിക്കെ ഒരു അൻസാരി യുവാവ് അവരെ കണ്ടുമുട്ടി. എന്താണ് നിങ്ങളൊക്കെ ഈ പാതിരാക്ക് നീച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വിശപ്പിന്റെ കാഠിന്യത്തിൽ ഉറക്കം വരുന്നില്ല എന്ന് കണ്ട് അദ്ദേഹം, ഈ അൻസാരി, അവരെ മൂന്നുപേരെയും തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെ അറുത്തുകൊണ്ട് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു.
ആ വിശപ്പ് മാറുന്നത് വരെ അവർ 3 പേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്തു. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഈ ഒരു ബോധമാണ് ഈ ദുനിയാവിന് വലിയ പ്രാധാന്യം നൽകാൻ അവര് മടിയാക്കിയത്, അത്ര വലിയ പ്രാധാന്യം അവർ കൊടുക്കാതിരുന്നത് എന്നുള്ളതാണ്. കാരണം നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും, നരകത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഈ ഓരോ സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചും തങ്ങളോട് ചോദിക്കുമെന്നുള്ള ഭയം, ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയും എന്ന് വെച്ചാൽ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഉറപ്പായും നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഉറപ്പായ ഒരു കാര്യം നിങ്ങൾ അറിയും. എന്താണത്? ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ നേരിൽ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, കണ്ണുകൊണ്ട്, കണ്ണാലെ നിങ്ങൾ നേർക്കുനേരെ ആ നരകത്തെ കാണുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്ത് മറിയമിലൂടെ കാണാം, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ഓരോ മനുഷ്യരും, അമ്പിയാക്കന്മാർ പോലും ആ നരകത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. അതിന്റെ ഗൗരവം, അതിന്റെ ഭയാനകത, അതിലുള്ള ഭീകരത കണ്ണുകൊണ്ട് കാണാതെ ഒരു മനുഷ്യനുണ്ടാവില്ല. തഖ്വയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഈ ദുനിയാവ് ക്ഷണികമാണ്. നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യമാണ് എല്ലാം വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ തന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും. ആ ഒരു ഓർമ്മ, ബോധമാണ് നമുക്ക് ഏവർക്കും വേണ്ടത്. ഇത് ചിന്തിക്കാതെ നടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ചിന്തകളും അവന്റെ കാണിച്ചുകൊണ്ടലുമെല്ലാം അവന് നഷ്ടമാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച്, അതുപോലെ തന്നെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും നന്മ കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരും ചെയ്യുന്നവരൊഴികെ മറ്റുള്ളവരൊക്കെ നഷ്ടത്തിലായി തീരുമെന്നുള്ള അല്ലാഹുവിന്റെ താക്കീത്, ഈ ഒരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.